ഡോക്ടർ സോണി തോമസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, ഈ കൂട്ടക്കുരുതിയുടെ കാരണം തേടിയുള്ള അന്വേഷണമാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അവിടെയാണ് ഈ അഫാൻ എന്ന പ്രതി അയാളുടെ മൊഴി നിർണായകമാവുന്നത്. പക്ഷേ ഇതുവരെയുള്ള കണക്കുകൾ നോക്കൂ, ഒരു കൊടും ക്രിമിനലിന് പോലും ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കൂട്ടക്കൊലയാണ് അവിടെ നടന്നത്. ഡോക്ടർ സംശയിക്കുന്നുണ്ടോ ഇയാൾ നോർമൽ അല്ലായിരുന്നു എന്നത്? ഡെഫിനറ്റ്ലി ഇയാളുടെ മാനസിക നില നോർമൽ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ വാർത്ത തന്നെ ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർക്ക് ട്രോമ ആയിട്ടുണ്ടെന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു നോർമൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് തന്നെ നമ്മളെ ഞെടുക്കും, പൈശാചികം നമ്മൾ പറയും. അപ്പം അങ്ങനത്തെ കൃത്യം ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു പ്രാണിയെ കൊല്ലാൻ വരെ നമുക്ക് മനസ്സൊന്ന് അറയ്ക്കും. അങ്ങനെയുള്ള അതാണ് ഒരു നോർമൽ മൈൻഡ് സെറ്റ്. അപ്പൊ ഈ കുട്ടി ഇത്രയും വലിയൊരു പാതകം, അതും പ്രായമായ ആളോടും സ്വന്തം ഇഷ്ടമുണ്ടെന്ന് പറയുന്ന അനുജനോടും അതേപോലെ സ്വന്തം കാമുകിയോടും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്, സ്വന്തം ഉമ്മയുടെ കഴുത്തില് ഷാർട്ട് മുറുക്കുകയും ഒരു അസുഖമുള്ള, അപ്പൊ എന്ന് വെച്ചാൽ അയാൾക്ക് യാതൊരു എമ്പതിയോ യാതൊരു റിമോഴ്സോ ഇല്ല എന്ന് അയാളുടെ കൃത്യത്തിന് അതൊന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അത് ഏതുതരം മാനസിക നിലയാണെന്ന് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഒന്നെങ്കിൽ അത് അയാളുടെ പേഴ്സണാലിറ്റിക്കകത്തുള്ള ഒരു വൈകൃതമാവാം, ആന്റി സോഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡർ ലൈൻ ടൈപ്പുള്ള എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസോർഡർ ആവാം. ഡോക്ടർ, അങ്ങനെയെങ്കിൽ അത് നേരത്തെ പ്രകടമാവേണ്ടതില്ലേ? അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ, ആ യുവാവിനെ അടുത്തറിയുന്ന നാട്ടുകാർ, ഇവർക്കൊക്കെ അങ്ങനെയെങ്കിൽ അതിന്റെ സൂചന കിട്ടേണ്ടതല്ലേ? പക്ഷെ അതിലൊരു കാര്യം ഈ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ബോൺ നമ്മൾ പറയുന്ന ക്രിമിനൽ ടെൻഡൻസി തന്നെ പല തരമുണ്ട്. അതില് നമ്മൾ അറിയുന്ന ചെറുപ്പം മുതലേ തന്നെ പ്രാണികളെയും മൃഗങ്ങളോടൊക്കെ ക്രൂരത ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ആന്റി സോഷ്യൽ അല്ലാതെ വളരെ റെസ്ട്രിക്റ്റഡ് ടു ഹോം എൻവയർമെന്റ് മാത്രം, അതായത് ഫാമിലിയിൽ മാത്രം അക്രമവാസന കാണിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഹബിച്വേറ്റഡ് ആയിട്ടുള്ള, അതായത് അതൊക്കെ കൃത്യമായിട്ടുള്ള പേരന്റിങ് എറേഴ്സ് ആണ് പലപ്പോഴും. ഞാനത് ഇന്നലത്തെ ഡിസ്കഷൻ അത് പറയാൻ കാരണം, ആ ഉമ്മ ആശുപത്രി കിടക്കുന്ന ഉമ്മ ബോധം തെളിഞ്ഞപ്പോഴാണെങ്കിലും ആ ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണെന്നാണ്. അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉമ്മ നടത്തിയതുപോലെ എനിക്ക് തോന്നി. അതേപോലെ അനിയൻ എന്തോ പറ്റിയോ എന്ന് ചോദിച്ചു എന്ന് കേട്ടു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു അക്രമം നടന്നത് ആ ഉമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും പോലീസിന് മുൻപിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പല കുടുംബങ്ങളിലും, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, പല കുടുംബങ്ങളിലും ഇതിലും വലിയ അക്രമങ്ങൾ പല കുടുംബത്തിലും നടക്കുന്നുണ്ട്. മക്കൾ ഇപ്പോഴത്തെ യൂട്യൂബിൽ പോലെയുള്ള മീഡിയക്കകത്തൂടെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ സാധിക്കേണ്ടെന്ന രീതിയിലുള്ള ഡയറക്ഷൻ വരെ അവർക്ക് യൂട്യൂബിനകത്തൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പേരൻസിനെ ടെററാക്കുന്ന, അതായത് വീട്ടിൽ മാത്രം ഒച്ച വെക്കുന്ന, വീട്ടിൽ മാത്രം അക്രമം കാണിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും ഒരുതരം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും. മറ്റുള്ള ആൾക്കാരുടെ മുൻപിൽ വളരെ വളരെ നല്ല ബിഹേവിയർ കാണിക്കുകയും ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും. എന്നാൽ അതേസമയം വീട്ടിലത്തെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിരസിക്കപ്പെട്ടാൽ അക്രമവാസന. പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് അയാൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ഏതൊരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലേ എന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതി ഈ കൊലപാതകം നടന്ന ദിവസം പകൽ സമയങ്ങളിൽ അദ്ദേഹം ബാറിൽ പോയിരുന്നു, അവിടെ മദ്യപിച്ചിട്ടുണ്ടാവാം എന്ന സംശയവും അത്തരം തെളിവ് ശേഖരണവും പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ വെറുമൊരു മദ്യപാനം എന്നതുകൊണ്ട്, മദ്യപിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇത്ര വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു സാധാരണ വ്യക്തിക്ക് പോകാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറമുള്ള വലിയ ലഹരി സാധ്യതയില്ല. കാരണം ആൽക്കഹോൾ പോലെയുള്ള ഒരു ഡ്രഗാണ് ഉപയോഗിച്ചതെങ്കിൽ അയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്, വളരെ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ മദ്യലഹരിയിലാണെങ്കിൽ അയാൾക്ക് അത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിനെ കഴിഞ്ഞ് കൂടിയ എന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ് ആവാനുള്ള സാധ്യതയാണ്. പക്ഷെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അത് പുറമെ അയാളുടെ ബിഹേവിയറിനകത്ത് വലിയ വ്യത്യാസങ്ങൾ കാണൂല. ഇത്തരത്തിലുള്ള ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനായിരിക്കും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി ഇത് കൂടാതെ ഒരുപക്ഷെ ചില സൈക്കോട്ടിക് ഡിസോർഡർ കൊണ്ടും ഒരുപക്ഷെ ഇമ്പൾസീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. ഇതിനോടകം ഒരു അനുമാനമായിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സും ഇപ്പൊ ഡ്രഗ് സ്ക്രീനിങ് നടത്തേണ്ട സമയം കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ അയാളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും മാനസിക രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഡോക്ടർ, ഒരു സംശയം, അവിടെ ഒരു കൂട്ട ആത്മഹത്യക്കുള്ള ശ്രമം നടന്നിരുന്നോ
എന്ന ചില സംശയങ്ങളും സൂചനകളുമാണ് നമ്മൾ ഇപ്പോൾ പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യമല്ല, സാഹചര്യവും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും നമ്മൾ വിലയിരുത്തുന്നതാണ്. അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അമ്മ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യക്ക് ശ്രമം നടന്നിരുന്നോ? കാരണം പിതാവിൻ്റെ കടക്കണി പോലെയുള്ള വലിയ കുരുക്കുകൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിന് മറ്റാരെങ്കിലും തയ്യാറാകാതെ വരുമ്പോൾ അങ്ങനെയെങ്കിൽ എല്ലാവരെയും കൊന്ന ശേഷം ഞാനും മരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ പ്രതി പോയിരിക്കാം. അത്തരം അനുമാനത്തിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടാവും? പക്ഷെ അതൊരു ഹോമിസൈഡൽ, ഒരു കൂട്ടായ ഒരു കുടുംബത്തിന്റെ ആത്മഹത്യാ ശ്രമമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരമായ ആക്ടിവിറ്റിയിലേക്ക് പോകാതെ അത് ചെയ്യാനുള്ള സാധ്യതയാണല്ലോ കൂടുതൽ. അപ്പം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും അതിനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഒരു കാര്യം, നമ്മൾ ഈ കൂട്ട ആത്മഹത്യയുടെ സാധ്യത പറയുമ്പോൾ പോലീസ് അത്തരം സാധ്യതകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഉദാഹരണത്തിന് ഈ അപകടം നടന്നതിന് ശേഷമുള്ള തൊട്ട് പിറ്റേന്ന് പോലീസിൻ്റെ പല രീതിയിലുള്ള പ്രതികരണത്തിലും ഒരു വ്യക്തത അവർക്ക് വരുത്താൻ കഴിയുന്നില്ല. കാരണം അതേ വലിയ ദുരൂഹം നിൽക്കുകയാണ്. കാരണം അത് അങ്ങനെയാണ്, വ്യക്തത വരേണ്ടതുണ്ട്, നിരവധി കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇത് സംബന്ധിച്ച് ഒരു ആത്മഹത്യാ സാധ്യത അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ട ആത്മഹത്യക്ക് ശ്രമം നടന്നിരുന്നു എന്ന സാധ്യതയിലേക്ക് എത്തുന്നുണ്ടോ? കാരണം ഈ അമ്മയുടെ അടക്കമുള്ള മൊഴി ഒരു വൈരുദ്ധ്യം നിറഞ്ഞതാവുന്നു എന്ന സാഹചര്യം കൊണ്ടാണ്. സൈത്ത്, ഇത് പരിപൂർണമായി നമുക്ക് കൂട്ടാത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഒരു തരത്തിലും ഈ 3 പേർ, അതായത് അമ്മൂമ്മ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ 3 പേർ എന്തായിരുന്നാലും ഈ ആത്മഹത്യക്ക് തുനിയേണ്ട കാര്യമില്ല. കാരണം ഈ കുടുംബവുമായി അങ്ങനെ ഒരു അറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി സ്വയം ജീവൻ ഒടുക്കേണ്ട കാര്യമില്ല. അവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അവിടെ ഒരു കൂട്ട ആത്മഹത്യയുടെ പ്രശ്നം വരുന്നില്ല. അതേസമയം ഈ വീട്ടിൽ, അതായത് ഈ പ്രതിയുടെ വീട്ടിൽ അമ്മ, സഹോദരൻ, കാമുകി, വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത പറയാം. അവരെ കൊലപ്പെടുത്തി ഇവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെയും ചില സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ, ഈ പ്രതിയുടെ രീതി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യ അല്ല ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ്. ആദ്യം അമ്മയെ തലക്കടിക്കുന്നു, ഏതാണ്ട് 20 തവണ തലക്കടിച്ച് അബോധാവസ്ഥയിലാക്കി മരിച്ചു എന്ന കാര്യം സ്വയം ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി 6 പേരെ കൊന്നു എന്ന് പറയുന്നത്. അമ്മ മരിച്ചില്ല എന്ന വിവരം ഒരുപക്ഷെ ഇപ്പോഴും പ്രതി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുശേഷം ഈ കാമുകിയെ തന്ത്രപരമായി അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ആത്മഹത്യയാണെങ്കിൽ സ്വാഭാവികമായും ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിനുശേഷം ഇവർ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്താൽ ആ സമയത്ത് ഒരു പ്രകോപനത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്താം എന്നതാണ് അതിനുള്ള ഒരു സാധ്യത. അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഈ കാമുകിയെ അവിടെ എത്തിച്ചിട്ട് അനുജൻ വീട്ടിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. അതിനാണ് ഈ കുഴിമന്തി വാങ്ങാൻ അനുജനെ ഓട്ടോ അറേഞ്ച് ചെയ്ത് ആ ഓട്ടോയിൽ കയറ്റി വിടുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ആ കുട്ടി ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങുന്നതിന്റെ അത് ആദ്യത്തെ ഒരു വ്യാഖ്യാനം വന്നത് ഇഷ്ടഭക്ഷണം അനുജന് വാങ്ങിക്കൊടുത്തു, അങ്ങനെ ഒരു ചേട്ടന്റെ വാത്സല്യം കാണിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഒരു വ്യാഖ്യാനം ആദ്യം വന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് കാമുകിയെ കൊലപ്പെടുത്തുന്നത്.